ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചോളം ഇപ്പോൾ ബ്രാൻഡിൻ്റെ പേര് പറയണ്ട, ഒരു പെർഫെക്റ്റ് കാർ എന്തായിരിക്കാം? പെർഫെക്റ്റ് കാർ എന്നുള്ളതെന്ന് വെച്ചാൽ പലതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. അതിലിപ്പം സർവീസ് കോസ്റ്റോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റോ കുറവ് എന്നൊക്കെ നോക്കിയാൽ മാരുതി തന്നെയാണ്. റീസെയിൽ വാല്യൂ മാരുതിയാണ്. പക്ഷേ പലപ്പോഴും മാരുതിയുടെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. ഹ്യുണ്ടായി മോശമല്ല, കിയ മോശമല്ല, പുതിയ MG മോട്ടോർ വന്നപ്പോൾ അവർ മോശമല്ല. ടാറ്റയുടെ വണ്ടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ടാറ്റയുടെ വണ്ടികളുടെ സർവീസിന്റെ ഇഷ്യൂ എല്ലാവരും പറയുന്നുണ്ട്. വണ്ടികൾ മോശമൊന്നും അല്ലെങ്കിൽ സർവീസിന്റെ ഇഷ്യൂ. മഹീന്ദ്രയ്ക്കും പലപ്പോഴും ഈ സർവീസ് ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇഷ്ടം പോലെ പല റേഞ്ചിലുള്ള വണ്ടികളും ഒക്കെ വന്നു തുടങ്ങിയല്ലോ. ഇനിയിപ്പം റെനോ കിഡിൻ്റെ ഒക്കെ EV വരാൻ പോകുന്നു. അപ്പോൾ ചെറിയ സെഗ്മെൻറ്റിലെ കൂടുതൽ ആൾക്കാർ EV വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. വലിയ മാറ്റം പ്രതീക്ഷിക്കാം. അത് ഈ പവർ ട്രെയിനിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞു. ഇപ്പം സ്ട്രോങ് ഹൈബ്രിഡ് ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മാരുതിയും ടൊയോട്ടയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അപ്പോൾ അത് വില കൂടുതലാണെങ്കിലും ആൾക്കാർ എടുക്കുന്നുണ്ട്. കാരണം നല്ല മൈലേജ് ഉണ്ട്. EVകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആൾക്കാർ പഠിച്ചു. EVകൾ നേരെ തലതിരിഞ്ഞാണല്ലോ. അതായത് സിറ്റിയിൽ മൈലേജ് കൂടും, ഹൈവേ കുറയും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് അതൊന്നും അറിയാതെ ആൾക്കാർ ഹൈവേയിലൊക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ റേഞ്ച് ഇല്ലെന്ന് പറയും. പക്ഷേ ഇപ്പം അതൊക്കെ ആൾക്കാർ തിരിച്ച് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. EV ഒക്കെ ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചാണല്ലോ നല്ല റേഞ്ച് കിട്ടും. ഫുൾ അവർ പറയുന്ന റേഞ്ച് തന്നെ കിട്ടും.